ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ MS ലൈഫ് ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു മന്ത്രത്തിനെ കുറിച്ച് പറയാണ്. അതായത് ഇത് സാധാരണ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, സർവ്വ രോഗങ്ങളും ശമിപ്പിക്കുന്ന മന്ത്രം എന്നൊക്കെ. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ എല്ലാ അസുഖങ്ങളും നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഒരിക്കലും ശമനം ഉണ്ടാകില്ല. നിങ്ങൾ അതിൻ്റെ കൂടെ ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മന്ത്രം കൂടെ ജപിച്ചാൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ മന്ത്രം എനിക്ക് അനുഭവമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ രോഗശാന്തി, അതായത് രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ അവസ്ഥ പതിയെ പതിയെ കുറഞ്ഞു വരും. അതിന്റെ കൂടെ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പോ പറയില്ലേ, മെഡിറ്റേഷൻ ചെയ്യാൻ പറയില്ലേ, മെഡിറ്റേഷൻ പോലെ തന്നെ ഉള്ള ഒരു മന്ത്രമാണ്. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്നു അല്ലേ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് അതിന്റെ കൂടെ ഈ മന്ത്രം കൂടെ ജപിക്കുക. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ അതും, പിന്നെ രാവിലെ എണീറ്റതിന് ശേഷവും. തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രത്തിന് വളരെയധികം ശക്തിയുണ്ട്. ഇത് ഹിന്ദുമത പ്രകാരമുള്ള ഒരു മന്ത്രമാണ്. അപ്പൊ ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മന്ത്രം ജപിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള റിലീജിയനിൽ പെട്ട ആളുകളാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. അതിൽ തീർച്ചയായിട്ടും ഫലമുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഒരു മന്ത്രം ഒരിക്കലും പറഞ്ഞു തരില്ല. കാരണം ഞാൻ ഈ ചാനലിൽ മെഡിറ്റേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യങ്ങളുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ശാരീരിക മാനസിക ആരോഗ്യത്തിന്റെ കാര്യങ്ങളും മെഡിറ്റേഷൻസും ആണ് കൂടുതലും പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊന്നും ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ, ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മന്ത്രത്തിന് അത്രയ്ക്ക് ശക്തി ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് മന്ത്രം ഈ ഒരു ചാനലിൽ നിങ്ങളോട് പറയുന്നത്. ധന്വന്തരി മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന്റെ പേര്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാകാം. ഈ മന്ത്രം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ജപിക്കുന്നതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ അസുഖ ശമനത്തിന്, രോഗശാന്തി ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ പറയുന്നത്. അല്ല ഞാനൊരു ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അങ്ങനെ പറയുകയല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കിടക്കാൻ നേരത്തെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതിൻ്റെ കൂടെ മാത്രമേ ഞാൻ ഈ പറയുന്ന മെഡിറ്റേഷൻസ് ആയാലും ഈ മന്ത്രമായാലും ജപിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിനൊരു ശക്തി കിട്ടും. അതോടുകൂടി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുകയും നമ്മളുടെ ശരീരം മരുന്നിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട്, നിങ്ങൾ ഈ മന്ത്രം ജപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നമ്മളുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആ ഒരു മരുന്നിനെ റിസീവ് ചെയ്യാനുള്ള, മരുന്നിന്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ, നമ്മുടെ ശരീരത്തിന്റെ ചംക്രമണ വ്യവസ്ഥയുടെ ആ ഒരു ഉത്തേജനം ഇവിടെ സംഭവിക്കുകയാണ്. ധന്വന്തരി മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ 21 പ്രാവശ്യവും രാവിലെ എണീറ്റതിന് ശേഷം 21 പ്രാവശ്യം ജപിക്കുക. തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാകും. നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം താഴെ വന്ന് കമന്റ് ചെയ്യുക എത്ര പേർക്ക് ഇത് അറിയാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഞാൻ തുടക്കത്തിലും മന്ത്രത്തിന്റെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ. സോ നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം. നന്ദി.